നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ യുദ്ധത്തിന്റെ ശേഷം ഖന്തക്ക് യുദ്ധത്തിന് വലിയ വിജയം ഉണ്ടായി. സ്വഹാബത്ത് വന്ന് ഒരു ഭാഗത്ത് ഖുറൈശികളും ഒരു ഭാഗത്ത് സ്വഹാബത്ത് ഒന്നിച്ച് നിന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖന്തക്ക് അവിടെ മസ്ജിദുൽ ഫത്തഹിന്റെ ഭാഗത്ത് അവിടെ നിന്ന് ദുആ ചെയ്തപ്പോൾ ആ ദുആ വലിയ കാറ്റും മഴയൊക്കെ അടിച്ചിട്ട് എന്ത് ചെയ്ത് അവര് പിന്തിരിഞ്ഞോടി. അങ്ങനെ ഈ ഏറ്റുമുട്ടലുകളൊന്നും ഇല്ലാതെ ഖന്തക്കിൽ വിജയം ഉണ്ടായി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സുപ്രഭാതത്തിൽ നബി തങ്ങളെ കാണാതായ സമയത്ത് സഹാബത്ത് അന്വേഷിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടുക്കൽ പോയി ചോദിച്ചു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് അപ്പൊ പറഞ്ഞു ജബൽ സിൽഅന്റെ മുകളിൽ പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി നോക്കിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ദീർഘമായ സുജൂദിലായി കഴിഞ്ഞ സ്ഥലമാണ്. കാണുന്ന അവിടെ ആള് നിൽക്കുന്നുണ്ടോ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഇബാദത്തിലായി കഴിഞ്ഞ സ്ഥലമാണ്. അവിടെ കഴിയുന്ന സമയത്ത് നബി തങ്ങൾക്ക് അതിന്റെ മുകളിൽ നിന്ന് വെള്ളം കുടിക്കാനൊക്കെ വേണ്ടി വെള്ളം വന്ന ഐനുർ റസൂൽ എന്ന പേരിൽ വെള്ളം വന്ന സ്ഥലവും അവിടെ നബി തങ്ങൾ സുജൂദ് ചെയ്ത സ്ഥലവും അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ കാൽപാദം പതിഞ്ഞു എന്ന് പറയപ്പെടുന്ന സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. അത് ഈ കാണുന്നത് ജബൽ സിൽഅ എന്ന് പറഞ്ഞ മലയാണ്. ഇതിന്റെ മുകളിൽ തുർക്കികൾ നിർമ്മിച്ച കോട്ടകളാണ് ആ കാണുന്നത്. അന്ന് മദീന പള്ളി, മദീനയെ നിരീക്ഷിക്കാൻ വേണ്ടി തുർക്കികൾ നിർമ്മിച്ച കോട്ടയാണ് അതിന്റെ മുകളിലുള്ളത്. നബി തങ്ങളുടെ പൂങ്കുടിലാണ് ഒരു നാരിനടയാളം തിരുമേനിയിൽ പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത്. ഒരു രാവിൽ പശിയാല് തിരുനൂറര് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിന്റെ കൂടാണത്. ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീടാ, ഉടയാടയൊന്നും മുടക്കാത്ത കൂടാ. ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വ്യതയാ. ചിത്തിരപ്പൂമുഖം ചേർക്കാനാ പനവീടിനും കൊതിയാ. ചിരിക്കുന്ന നബിയോരെ മഴവില്ലിൽ തെളിയുന്ന മുത്ത് പതിച്ചൊരു ചുവരാണ ഭാഗ്യക്കൂട്. മുത്ത് പതിച്ചൊരു ചുവരാണ ഭാഗ്യക്കൂട്. പനയോലയിലൊരു കുടിലാണേ